നമസ്കാരം. മലയാള സിനിമയുടെ ചിരിക്കുന്ന ബുദ്ധികേന്ദ്രം നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ 2025 ഡിസംബർ മാസം 20 ശനിയാഴ്ച രാവിലെ കൊച്ചിയിൽ അന്തരിച്ചു. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. മലയാളിയെ സ്വന്തം കാപട്യങ്ങളെ നോക്കി ചിരിക്കാൻ പഠിപ്പിച്ച ആ വലിയ കലാകാരന്റെ ജീവിതരേഖ ഇങ്ങനെ. 1956 ഏപ്രിൽ 6 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് പാട്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസൻ ജനിച്ചത്. അച്ഛനുണ്ണി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. കോളേജ് പഠനത്തിന് ശേഷം സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ചെന്നൈയിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അവിടെ അദ്ദേഹത്തിന്റെ സഹപാഠി ആരായിരുന്നു എന്നറിയാമോ? സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയിരുന്നു അത്. 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടക്കത്തിൽ സീരിയസ് വേഷങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തതെങ്കിലും പിന്നീട് ഹാസ്യത്തിലൂടെ ഗൗരവമായ കാര്യങ്ങൾ പറയുന്ന ശൈലി അദ്ദേഹം കണ്ടെത്തി. ശ്രീനിവാസൻ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ദാസനും വിജയനുമാണ്. മോഹൻലാലും ശ്രീനിവാസനും ചേർന്ന് അനശ്വരമാക്കിയ ആ കൂട്ടുകെട്ട് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയമായിരുന്നു. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന ഡയലോഗ് ഇന്നും മലയാളികൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നു. തൊഴിലില്ലായ്മയും ഗൾഫ് മോഹങ്ങളും ദാരിദ്ര്യവും എല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞ് അദ്ദേഹം നന്നായി അവതരിപ്പിച്ചു. 1984 പുറത്തിറങ്ങിയ ഓടരുതമ്മാവ ആളറിയാമെന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തിരക്കഥാകൃത്തായി പേരെടുക്കുന്നത്. പിന്നീട് സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ എന്നിവർക്കൊപ്പം ചേർന്ന് സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, വരവേൽപ്പ് തുടങ്ങി നിരവധി ഹിറ്റുകൾ അദ്ദേഹം നമുക്കായി സമ്മാനിച്ചു. 1991 പുറത്തിറങ്ങിയ സന്ദേശം എന്ന ചിത്രം കേരള രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളെ തുറന്നുകാട്ടി. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന ഡയലോഗ് ഇന്നും രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ മലയാളിയുടെ അപകർഷതാബോധത്തെ വടക്കു നോക്കിയന്ത്രം എന്ന സിനിമയിലെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം വരച്ചുകാട്ടി. ഈ സിനിമയ്ക്ക് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു. മികച്ച സിനിമകൾക്കുള്ള ദേശീയ പുരസ്കാരം, 6 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നിവ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രം മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരമാണ് നേടിയത്. വിമല ടീച്ചറാണ് ഭാര്യ. മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിൽ സജീവമാണ്. ഗായകനായും നടനായും സംവിധായകനായും വിനീതും, നടനായും സംവിധായകനായും ധ്യാനും മലയാള സിനിമയിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തിക്കഴിഞ്ഞു. സ്വയം പരിഹസിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നത് ചെറിയ ഒരു കാര്യമല്ല. ഉദയനാണ് താരം, കഥ പറയുമ്പോൾ, അറബിക്കഥ, ഞാൻ പ്രകാശൻ തുടങ്ങിയ സിനിമകളിലൂടെ അവസാന കാലത്തും അദ്ദേഹം നമ്മളെ വല്ലാതെ വിസ്മയിപ്പിച്ചു. ശ്രീനിവാസൻ ബാക്കി വെച്ചു പോയത് കുറെ നല്ല സിനിമകൾ മാത്രമല്ല, ചിരിച്ചുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു സംസ്കാരം കൂടിയാണ്. പ്രിയപ്പെട്ട ശ്രീനിവാസന് ടൈം മീഡിയയുടെ ആദരാഞ്ജലി.